ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ പറ്റിയാണ്. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇൻസ്റ്റൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫയേഴ്സിൻ്റെ വെബ്സൈറ്റാണ്. ഫയേഴ്സിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറാണ്. വളരെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഡിജിറ്റൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, ഒരു ബ്രോക്കറാണ് ഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബേസിക്കലി ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒന്നാണ് ഫയേഴ്സിൻ്റെ ഇൻ്റർഫേസസ് എല്ലാം. കാരണം ടെക്നോളജിയിലെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അതൊരു എഡ്ജ് തരുന്നതിന് വേണ്ടി ഹെൽപ്ഫുൾ ആവാറുണ്ട്. ബേസിക്കലി അവിടെ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇത് ഡെഫിനറ്റ്ലി അവരുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഞാൻ മിക്കവാറുള്ള എല്ലാ ബ്രോക്കർ പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പല ബ്രോക്കേഴ്സിന് പല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ലെന്നല്ല, പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫയേഴ്സിന് ഡിജിറ്റൽ സ്പേസിൽ, അതായത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതിൽ അവർക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എപ്പോഴും കൊണ്ടുവരും. അപ്പോൾ അതിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് അവർ ആ രീതിയിലുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുമ്പോൾ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഫയേഴ്സ് മാത്രമല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രോക്കർ അക്കൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ കോട്ടക് നിയോ, അതുപോലെ തന്നെ ഏഞ്ചൽ, പലർക്കും പല രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൽ ഫയേഴ്സിൽ ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ വെരി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഇൻസ്റ്റൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ ഫയേഴ്സിൻ്റെ ഓപ്ഷനിൽ ഇൻസ്റ്റാ ഓപ്ഷൻ, ഓക്കെ, ഇൻസ്റ്റാ ഓപ്ഷൻ എന്നാണ്, ഇൻസ്റ്റൻറ്റ് ഓപ്ഷൻ എന്നല്ല, ഇൻസ്റ്റാ ഓപ്ഷൻ. അപ്പോൾ ഈ ഇൻസ്റ്റാ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലോഡായി വരും. ബേസിക്കലി ഞാൻ ഇവിടെ അതിൻ്റെ തീം ഡാർക്ക് തീമായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ കാണുക. നിങ്ങൾക്ക് ഓപ്പണായി വരുമ്പോൾ ഇതിങ്ങനെ ഒരു വൈറ്റ് സ്ക്രീനിലായിട്ടായിരിക്കും കാണിക്കുക. ബ്ലാക്ക് ഒത്തിരി കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ ഒരു ഡാർക്ക് തീം മോഡൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇത് ഇൻസ്റ്റ ഓപ്ഷൻ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലേ? അപ്പോൾ അതിൽ ഒരു ടെക്നോളജി സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനും ഏത് ഓപ്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റും. അതെ, അപ്പോൾ അതിനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വെബ്സൈറ്റ്. ഇതിൽ ഞാൻ എല്ലാ ഫീച്ചേഴ്സിനെ പറ്റിയും പറയുന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ പറ്റി മാത്രം പറയാം. നമ്മൾ ആദ്യം ഈ വെബ്സൈറ്റിൽ എത്തുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിലായിരിക്കും എത്തുക. ഡാഷ്ബോർഡിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഡാഷ്ബോർഡിൽ ഞാൻ ഓൺസിൻ്റെ വകയിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഈ ഫൈൻ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടാണ് ഓപ്ഷൻസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫൈൻ സ്ട്രാറ്റജി. ഏത് സ്ട്രാറ്റജി ചെയ്യണം എന്ന് ഓപ്ഷൻ ചെയിനിൽ പോയി നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട. ഇവിടെ തന്നെ ഫൈൻ സ്ട്രാറ്റജിയിൽ അവർ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇത് ചേഞ്ച് ആവും. ഇതിൽ നമുക്ക് പോസിറ്റീവ് സ്ട്രാറ്റജീസ് വേണമെങ്കിൽ പോസിറ്റീവ് സ്ട്രാറ്റജീസ് ചൂസ് ചെയ്തിട്ട് ഫൈൻ സ്ട്രാറ്റജി കൊടുക്കാം. നെഗറ്റീവ് വേണമെങ്കിൽ നെഗറ്റീവ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് സ്ട്രാറ്റജീസ് മാറും. അതല്ലെങ്കിൽ ഡെൽറ്റ ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വേണമെങ്കിൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇനി ഈ സ്ട്രാറ്റജീസിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പോസിബിൾ ആണ്. ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ഓർഡർ ആയിട്ടുള്ള ഒരു വിൻഡോ വരും. അവിടെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. അവിടെ തന്നെ വേണമെങ്കിൽ അനലൈസും ചെയ്യാം. അതല്ല ഇവിടെ നിന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അനാലിസിസ് വിൻഡോയിലോട്ട് പോകും. ഈ അനാലിസിസ് വിൻഡോയിൽ കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ പേ ഓഫ് ചാർട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. പിന്നെ അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം ലോസ്, റിവാർഡ് റേഷ്യോ, തീറ്റ, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. അതുകൊണ്ടാണ് അവരെ പേരിട്ടേക്കുന്നത് ഇൻസ്റ്റ ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് സാധനത്തിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡേറ്റ എന്നുള്ള ടാബിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ചെയിൻ ഇവിടെ അവൈലബിൾ ആണ്. ഓപ്ഷൻ ചെയിനിൽ കുറച്ചും കൂടെ ഡെപ്തിൽ വേണമെന്നുണ്ടെങ്കിൽ വ്യൂ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ കൂടുതൽ കാണാം. ഇനി ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ഓപ്ഷൻ ചെയിൻ്റെ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോ സെല്ലോ ഒക്കെ എടുക്കാം. ഇവിടെ ഒരു ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത് പോസിബിൾ ആണ്. ഇനി അതിൽ നമ്മളെല്ലാവരും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? മാർക്കറ്റിന്റെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ബേസിക്കലി ഇവിടെ ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്, റെഡിൽ കാണിച്ചിരിക്കുന്നത് പുട്ടിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്.
ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അത് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരിക്കും കോൾ ഓപ്ഷനിൽ. അതുപോലെ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അതൊരു സപ്പോർട്ട് പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലായ്പ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷെ ഒരു 70-75% കോൺഫിഡൻസിൽ നമുക്കിത് പറയാൻ പറ്റും. ആ രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇവിടെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോള് റൈറ്റ് ചെയ്തേക്കുന്നവരാണ്, സെല്ല് ചെയ്തേക്കുന്നവരാണ് കൂടുതൽ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സെൽ മോഡിലാണ് കറന്റ്. മാർക്കറ്റിന്റെ കറണ്ട് സെന്റിമെന്റ് എന്ന് പറയുന്നത് സെല്ലിലാണ്. പുട്ട് സെല് ചെയ്തിരിക്കുന്നവർ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലെവലിലൊക്കെ കണ്ടോ? ഇത് ഞാനൊരു ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് മാറ്റുന്നില്ല, ജസ്റ്റ് ഞാൻ ഓപ്ഷൻസ് മാത്രം പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളൊരു ഒറ്റ ഓവർവ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും. ഈ ട്രെൻഡിങ് ഓയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ പക്ഷേ ഇതൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. ട്രെൻഡിങ് ഓയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, യൂസ്ഫുൾ ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ് PCR റേഷ്യോ എന്ന് പറയുന്നത്. ഈ PCR റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നതാണ് PCR റേഷ്യോ. പുട്ട് ഡിവൈഡഡ് ബൈ കോൾ ആണ് PCR റേഷ്യോ. അതായത് ഇപ്പോഴത്തെ PCR റേഷ്യോ ഉണ്ടോ 0.60 ആണ് ഇപ്പോഴത്തെ പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് പുട്ട് കുറവും കോള് കൂടുതലും. അത് തന്നെയാണ് നമ്മൾ അവിടെ മറ്റേ OI സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് കണ്ടത്. ഇവിടെ പുട്ട് കുറവും അതുപോലെ തന്നെ കോള് കൂടുതലുമാണ്. ഈ പുട്ട് കോൾ റേഷ്യോ അനുസരിച്ചാണെങ്കിൽ റേഷ്യോ 0.60 നിൽക്കുന്നത്. ഇത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ സെല്ലേഴ്സ് ആണ് കൂടുതൽ, ബയേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കോള് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. പുട്ട് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, കോളിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, പുട്ടിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ഒരു ഫേവറബിലിറ്റിയാണ് കൂടുതലെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നെ നമ്മുടെ RSI ഒക്കെ ഉണ്ടല്ലോ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒക്കെ നോക്കുന്ന പോലെ തന്നെ ഇവിടെയും ഒരു ഓവർ ബോട്ട് ഓവർ സോൾഡ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി 1ന് താഴെയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആയിരിക്കും. പക്ഷേ ഇതൊരു 0.5, 0.6 റേഞ്ചിലോട്ട് വരുമ്പോൾ അത് മാർക്കറ്റ് ഓവറായിട്ട് സോൾഡ് ചെയ്തതിനായിരിക്കും കാണിക്കുക. മാർക്കറ്റ് ഇപ്പോൾ 0.60 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഒരു ബൈയിങ് കാറ്റലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഓവർ ബോട്ട് ആണോ ഓവർ സോൾഡ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടെയാണ് ഈ PCR റേഷ്യോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ചാർട്ട് അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവം. സ്ട്രാറ്റജി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ഈ സ്ട്രാറ്റജിയുടെ വിൻഡോയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഏത് സ്ട്രാറ്റജി വേണം, അതിന്റെ കമ്പൈൻഡ് പ്രീമിയം എത്രയാണ്, പേ ഓഫ് ചാർട്ട് എത്രയാണ്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഈ സ്ക്രീനിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ തന്നെ ഇവിടെ കാണിക്കും. ഈ ഓപ്ഷൻ ചെയിൻ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാനൊരു സ്ട്രാഡിൽ പോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ സ്ട്രാഡിൽ പോലെ ചൂസ് ചെയ്യാം. ആവശ്യമില്ലാത്ത സാധനങ്ങളെ എനിക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം പുതിയ ലെഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ആഡ് ലെഗ് കൊടുത്തിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണിക്കുന്ന ചാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ കമ്പൈൻഡ്, ഈ സ്ട്രാറ്റജിയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ചാർട്ടാണ് കാണിക്കുക. അതും വളരെ മനോഹരമായ ഒരു സംഭവമാണ്, ഈ ചാർട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ചാർട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അനാലിസിസ്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പേ ഓഫ് ഡയഗ്രാം ഇവിടെ തന്നെ വന്നു. പേ ഓഫ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസ്ക് എത്രയാണ്, റിവാർഡ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു ടേബിൾ ഉണ്ട്, മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസ് എത്രയാണ്, പിന്നെ തീറ്റ വാല്യൂ എത്രയാണ്, ഇതെല്ലാം കാണിച്ചിട്ടുള്ള, ഡെൽറ്റ വാല്യൂ എത്രയാണ്, ഇതെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ടേബിൾ. യൂഷ്വലി ഞാൻ തീറ്റ വാല്യൂ വളരെയധികം നോക്കും, കാരണം ഞാൻ പലപ്പോഴും സെൽസ് ആയിരിക്കും ചെയ്യുക, ഒക്കേഷണലി ഞാൻ ബൈയും ചെയ്യാറുണ്ട് മാർക്കറ്റിൽ എൻ്റെ വ്യൂ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീറ്റ വാല്യൂ കൂടുതലായിട്ട് ചെക്ക് ചെയ്യും. ഡെൽറ്റ ഗാമ എല്ലാം നോക്കാറുണ്ട്, എന്നാലും തീറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കാറുണ്ട്. അത് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത് ഡെയിലി തീറ്റയാണ്, അതായത് ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് എന്തോരം പോയിന്റ്സ് ഷ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ബുള്ളിഷിനും ബെയറിഷിനും ന്യൂട്രലുമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇവിടെ തന്നെ ഡിഫോൾട്ട് സെറ്റപ്സ് ഉണ്ട്. ഇപ്പോൾ അയൺ ബട്ടർഫ്ലൈ ചൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലൈവ് മാർക്കറ്റ് അനുസരിച്ച് അയൺ ബട്ടർഫ്ലൈ എല്ലാം വരും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ നമുക്ക് ലൈവ് മാർക്കറ്റും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഡേറ്റ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈവ് മാർക്കറ്റ് ഡേറ്റയാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈവ് ആയിട്ട് ഇവിടെ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇന്ന് 17 എന്ന് വിചാരിച്ചോളൂ. 17-ാം തീയതിയുടെ ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ടൈം ബേസ്ഡ് ആയിട്ടും
അതുപോലെ ഡേറ്റ് ബേസ്ഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഇവിടെ മുന്നേ കണ്ട ഓപ്ഷൻ ഡേറ്റയിലെ ഓപ്ഷൻ ചെയിനില്ലേ, ആ ഓപ്ഷൻ ചെയിനിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. മിക്കവാറുള്ള എല്ലാ ഫീച്ചേഴ്സിലും നമുക്ക് ഈ പറയുന്ന ബാക്ക് ടെസ്റ്റിംഗ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. PCR റേഷ്യോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഒക്കെ എടുത്ത് വെച്ച് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജിയുടെ കമ്പൈൻഡ് ചാർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. താഴെ അതിന് തൊട്ട് താഴെ തീറ്റ വാല്യൂസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ മൾട്ടി സ്ട്രൈക്ക് OIയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി സ്ട്രൈക്ക് OI റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട് അവൈലബിൾ ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ OI സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ഓരോ OI ലെവലിൻ്റെയും OI ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് പെർട്ടിക്കുലർ ടൈമിൽ എന്തോരം OI ചേഞ്ച് അവിടെ സംഭവിച്ചു എന്നുള്ളത്, കോൾ ആണോ കൂടുതൽ, പുട്ടാണോ കൂടുതൽ, അതിൻ്റെ ബേസിലായിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഓരോ ഇൻട്രാഡേ ബേസിസിൽ OI ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. താഴത്തെ അതനുസരിച്ചൊരു ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. OIയുടെ കറണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലെവൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഓർഡർ വിൻഡോയിൽ പോകുമ്പോൾ നമ്മൾ ഓർഡർ വിൻഡോയിൽ ഒരു ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് അല്ലെങ്കിൽ OI സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ വിൻഡോ ഓപ്പൺ ആയി വരും. പിന്നെ നമ്മുടെ പുട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഓർഡർ വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡറിൽ വന്ന് അവൈലബിൾ ആയിരിക്കും ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, എക്സിക്യൂട്ട് ആയിട്ടുള്ള ഓർഡേഴ്സും ഓപ്പൺ ഓർഡേഴ്സും ക്ലോസ്ഡ് ഓർഡേഴ്സും എല്ലാം. അത് ചൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. ഈ ഡാഷ്ബോർഡിൽ നമ്മൾ ബേസിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ പല ചാർട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പുതിയ വാച്ച് ലിസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതെല്ലാം ചെയ്യാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് അവർ ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് വളരെയധികം സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അനലൈസിന് വേണ്ടിയുള്ള സമയമൊക്കെ നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും, ഇത്രയും ടൂൾസും കാര്യങ്ങളും എല്ലാം യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ട്രേഡിങ്ങിനെ വളരെ കുറച്ചെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വാസത്തോടുകൂടി ഇന്ന് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. അപ്പോൾ ബൈ ബൈ.